BBC ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് പവേർഡ് ബൈ മൈൽ ഫുഡ്സ്റ്റഫ്സ് മൂക്കന്നൂർ, ഗ്രാസിയ ടൂർസ് ആൻഡ് ട്രാവൽസ് നിയർ കൊച്ചിൻ എയർപോർട്ട് ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്. ആഗോള അയ്യപ്പ സംഗമം കണക്കുകളിലെ പിഴവിൽ പൂർണ്ണ ഉത്തരവാദിത്വം ദേവസ്വം ബോർഡിന് കെ ജയകുമാർ. ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ചിലവ് കണക്കുകളിൽ മുൻ ദേവസ്വം ബോർഡിന്റേതാണ് പിഴവെന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ യുദ്ധകാലാടിസ്ഥാനത്തിൽ പോരായ്മകൾ പരിഹരിക്കുവാനായി ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ചു. പിഴവ് ഓഡിറ്ററുടേതല്ലെന്നും ഓഡിറ്റർക്ക് ദേവസ്വം ബോർഡ് കൃത്യമായ മറുപടി നൽകിയില്ലെന്നും കെ ജയകുമാർ പറഞ്ഞു. ഓഡിറ്റ് റിപ്പോർട്ടിൽ വസ്തുതാപരമായ പിശകുകൾ ഉണ്ടായി. ഓഡിറ്റ് റിപ്പോർട്ട് അന്തിമമല്ലെന്നും പുതുക്കിയ ഓഡിറ്റ് റിപ്പോർട്ട് ഈ മാസം 26-ന് കോടതിയിൽ സമർപ്പിക്കുമെന്നും കെ ജയകുമാർ കൂട്ടിച്ചേർത്തു. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ പാർട്ടികളുണ്ടാക്കി അധികാര കസേരകളിൽ അടയിരിക്കുന്നു. വിമർശനം തുടർന്ന് വെള്ളാപ്പള്ളി നടേശൻ. മുസ്ലിം ലീഗിനും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കുമെതിരെ അതിരൂക്ഷ വിമർശനം തുടർന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. ന്യൂനപക്ഷ മതവിഭാഗങ്ങൾ പാർട്ടികളുണ്ടാക്കി അധികാര കസേരകളിൽ അടയിരിക്കുന്നെന്ന് SNDP യോഗം മുഖപത്രം യോഗനാഥത്തിൽ എഡിറ്റോറിയൽ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അർഹമായ പ്രാതിനിധ്യമില്ലെങ്കിൽ സമുദായം ബാലറ്റിലൂടെ മറുപടി പറയുമെന്നും വെള്ളാപ്പള്ളി നടേശന്റെ മുന്നറിയിപ്പ്. യോഗനാഥത്തിലെ എഡിറ്റോറിയലിലെ വിമർശനങ്ങൾ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പാണ് ലക്ഷ്യം വെക്കുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായ പ്രാതിനിധ്യം നൽകണം. രാഷ്ട്രീയ പാർട്ടികളിൽ അടികൊള്ളുവാനും കൊല്ലപ്പെടുവാനും പിന്നാക്കക്കാരും അധികാര കസേരകളിൽ മറ്റുള്ളവരും എന്ന രീതി ഇനി തുടരാനാവില്ല. അധികാര രാഷ്ട്രീയത്തിലെത്തുവാൻ വിലപേശൽ വേണമെന്നും വെള്ളാപ്പള്ളി നടേശൻ ഭൂരിപക്ഷ സമുദായങ്ങളെ ഉപദേശിക്കുന്നു. പിന്നാക്ക വിഭാഗങ്ങൾക്ക് അർഹമായത് ചോദിച്ചു വാങ്ങുവാൻ കുമാരനാശാനെ ശ്രീനാരായണ ഗുരു പ്രജാസഭയിലേക്ക് അയച്ച ചരിത്ര സംഭവത്തെ കൂട്ടിച്ചേർത്താണ് വെള്ളാപ്പള്ളിയുടെ എഡിറ്റോറിയൽ. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മൽ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകുവാൻ നിർദ്ദേശം. കേരള സർവകലാശാല VC മോഹനൻ കുന്നുമ്മലിന് നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരാകുവാൻ നിർദ്ദേശം. കോടതിയലക്ഷ്യ കേസിൽ കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ നേരിട്ട് ഹാജരാകണമെന്ന് ഹൈക്കോടതി. യൂണിവേഴ്സിറ്റി മുൻ രജിസ്ട്രാർ ഡോക്ടർ KS അനിൽകുമാർ നൽകിയ ഹർജിയിലാണ് നടപടി. മാർച്ച് 13-ന് നേരിട്ട് ഹാജരാകുവാനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. VCക്കെതിരെ കോടതിയലക്ഷ്യം നിലനിൽക്കുമെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കുവാൻ സിൻഡിക്കേറ്റിനോട് കോടതി നിർദ്ദേശിച്ചിരുന്നു. സിൻഡിക്കേറ്റ് തീരുമാനം പുനഃപരിശോധിച്ചെങ്കിലും VC തീരുമാനം അംഗീകരിച്ചില്ല. ഇതിന് പിന്നാലെയാണ് കോടതിയലക്ഷ്യം ചൂണ്ടിക്കാണിച്ച മുൻ രജിസ്ട്രാർ ഹൈക്കോടതിയെ സമീപിച്ചത്. ബുക്ക് ചെയ്തവർ എത്തിയില്ല. ശബരിമലയിൽ പടിപൂജ മുടങ്ങി. ശബരിമല സന്നിധാനത്ത് പടിപൂജ മുടങ്ങി. അടുത്ത 15 വർഷത്തേക്ക് പടിപൂജയ്ക്ക് ബുക്കിംഗ് സ്ലോട്ട് ഇല്ലാത്ത സാഹചര്യം നിലനിൽക്കെയാണ് പൂജ മുടങ്ങിയത്. ഇന്നലെയും കഴിഞ്ഞ ശനിയാഴ്ചയുമായിരുന്നു പടിപൂജ നടക്കാതിരുന്നത്. സ്ലോട്ട് മറിച്ചു വിൽക്കുന്നുണ്ടോ എന്ന കാര്യത്തിൽ അടക്കം കഴിഞ്ഞ ദിവസങ്ങളിൽ വിജിലൻസ് അന്വേഷണം ഊർജിതമാക്കിയിരുന്നു. ശബരിമല സന്നിധാനത്ത് പടിപൂജയ്ക്ക് സ്ലോട്ടില്ലെന്ന് ദേവസ്വം ബോർഡ് വിശ്വാസികളെ അറിയിച്ചിരുന്നു. അതിനിടെയാണ് കുംഭമാസ പൂജയ്ക്കായി നട തുറന്നപ്പോൾ 2 ദിവസങ്ങളിൽ പടിപൂജ മുടങ്ങിയത്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയും ഇന്നലെയുമായിരുന്നു സന്നിധാനത്ത് പടിപൂജ നടക്കാതിരുന്നത്. പൂജയ്ക്ക് വേണ്ടി ബുക്ക് ചെയ്ത ആൾ എത്താത്തതിനെ തുടർന്നായിരുന്നു മുടക്കം. പോലീസിന് ആവശ്യത്തിന് വണ്ടിയുണ്ട്, പക്ഷേ പെട്രോൾ അടിക്കുവാൻ കാശില്ല. പല സ്റ്റേഷനുകളും പമ്പുടമകൾക്ക് നൽകുവാനുള്ളത് ലക്ഷങ്ങൾ. സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കുവാൻ പണമില്ല. ഓരോ സ്റ്റേഷനുകൾക്കും ലക്ഷങ്ങളുടെ ബാധ്യത. റൂറൽ മേഖലയിലാണ് പമ്പുടമകൾക്ക് കൂടുതൽ പണം നൽകുവാനുള്ളത്. ഇന്ധനം നിറയ്ക്കുവാൻ സ്വകാര്യ വ്യക്തികളിൽ നിന്നുപോലും പണം വാങ്ങേണ്ട ഗതികേടിലാണ് പോലീസ്. ഇന്നലെയാണ് അത്യാധുനിക സൌകര്യമുള്ള 150ഓളം വാഹനങ്ങൾ മുഖ്യമന്ത്രി കേരള പോലീസിന് കൈമാറിയത്. വാഹനങ്ങൾ സംസ്ഥാന സർക്കാർ മുറയ്ക്ക് നൽകുന്നുണ്ടെങ്കിലും ഇന്ധനം നിറയ്ക്കുവാൻ പണം ഇല്ലെന്നാണ് ആക്ഷേപം. റൂറൽ മേഖലയിലെ പോലീസ് സ്റ്റേഷനുകൾ പമ്പുടമകൾക്ക് നൽകാനുള്ളത് ലക്ഷങ്ങളാണ്. ഓരോ പമ്പുകൾക്കും 10 ലക്ഷം മുതൽ 15 ലക്ഷത്തോളം രൂപ ബാധ്യതയുണ്ട്. പണം നൽകാത്തതിനാൽ പോലീസിന് പമ്പുകളിൽ നിന്നും ഇപ്പോൾ ഇന്ധനം നൽകുന്നില്ല. പുട്ടു രുചികരമാവണമെങ്കിൽ മയിലിന്റെ പുട്ടുപൊടി തന്നെ വേണം. അതിന് ചെമ്പാപ്പുട്ടാണെങ്കിലും അങ്ങനെ തന്നെ. മയിൽ റൈസ് ആൻഡ് ഫുഡ് പ്രൊഡക്ട്സ്, ശ്രേഷ്ഠം സമ്പുഷ്ടം. CPIM നരഭോജി സംഘടന തലയോട്ടി വെട്ടി തകർത്ത് കൊന്ന പ്രിയപ്പെട്ടവരുടെ ഓർമ്മദിനം. ഇവരുടെ വില മറ്റു പാർട്ടികളെ മണിയടിക്കുന്ന ശങ്കറുമാർക്ക് മനസ്സിലാകില്ല. രാഹുൽ മങ്കൂട്ടത്തിൽ. പെരിയ ഇരട്ടക്കൊലപാതകത്തിലെ ഇരകളായ കൃപേഷിന്റെയും ശരത് ലാലിന്റെയും രക്തസാക്ഷിത്വ വാർഷികത്തിൽ CPIMനെതിരെ രൂക്ഷമായ ഭാഷയിൽ വിമർശനമുന്നയിച്ച് രാഹുൽ മങ്കൂട്ടത്തിൽ. പ്രസ്ഥാനത്തെ ജീവനേക്കാൾ സ്നേഹിച്ച രക്തസാക്ഷികളുടേതാണ് ഈ പാർട്ടിയെന്നും
അധികാരത്തിന് പിന്നാലെ പോകുന്നവർക്കോ അവസരവാദികൾക്കോ ഈ വികാരം മനസ്സിലാകില്ലെന്നും രാഹുൽ ഫേസ്ബുക്കിൽ കുറിച്ചു. ഒരു പ്രസ്ഥാനത്തെ ജീവന് തുല്യം സ്നേഹിച്ച രക്തസാക്ഷികളുടേതാണ് ഈ പാർട്ടിയെന്ന് രാഹുൽ പറയുന്നു. അധികാരക്കൊടിയേക്കാൾ തന്റെ നാട്ടിലെ കൊടിമരത്തിലെ കൊടിയുടെ നിറം മങ്ങുമ്പോഴാണ് യഥാർത്ഥ പ്രവർത്തകർക്ക് നോവ് അനുഭവപ്പെടുന്നത്. സിപിഐഎമ്മിനെ നരഭോജി തീവ്രവാദ സംഘടന എന്ന് വിശേഷിപ്പിച്ച രാഹുൽ ശരത്തിന്റെയും കൃപേഷിന്റെയും തലയോട്ടി വെട്ടിത്തകർത്ത് കൊലപ്പെടുത്തിയ കൊലവെറി മറക്കില്ലെന്നും ഓർമ്മിപ്പിച്ചു. നിലമേലിൽ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് 2 പേർ മരണപ്പെട്ട സംഭവം. അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ്. കൊല്ലം നിലമേലിൽ ദേഹാസ്വസ്ഥ്യത്തെ തുടർന്ന് 2 പേർ മരിച്ച സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ്. ചടയമംഗലം പോലീസാണ് കേസെടുത്തത്. മരണകാരണം ഭക്ഷ്യവിഷബാധയാണെന്ന് ബന്ധുക്കളുടെ ആരോപണം പരിശോധിക്കും. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ചതിന് ശേഷമായിരിക്കും മറ്റ് നടപടികളിലേക്ക് കടക്കുക. നിലമേൽ പ്ലാച്ചിയോട് സ്വദേശി റഷീദ ബീവിയുടെ മരുമകൻ ഷാജി എന്നിവരാണ് മരണപ്പെട്ടത്. മരിച്ച ഷാജിയുടെ ഭാര്യ സജിമോളെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഷാജിയും കുടുംബവും സുഹൃത്ത് കണ്ണനും ഉൾപ്പെടെ 6 പേർ വിഴിഞ്ഞത്തുള്ള ഹോട്ടലിൽ സീ ഫുഡ് കഴിക്കുവാൻ പോയത്. വീട്ടിലെത്തിയ റഷീദ ബീവിക്കും മരുമകൻ ഷാജിക്കും ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായതിനെ തുടർന്ന് കടക്കലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് ആരോഗ്യനില മോശമായതിനെ തുടർന്ന് റഷീദ ബീവിയെ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു. ഷാജിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.